എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇവിടെ ഓടന്റെ അസിസ്റ്റൻസ് അവരെല്ലാവരും വമ്പൻ ആയുധങ്ങളൊക്കെ എടുത്ത് കൈഡോയുടെ ദേഹത്ത് ആഞ്ഞു വെട്ടുകയാണ്. ചോര തുളുമ്പി അങ്ങനെ ദൂരേക്ക് പോയി അടിച്ചു വീഴും. കൈഡോയ്ക്കാണെങ്കിൽ ഒരു നിമിഷം ഓടൻ അവന്റെ മുൻപിൽ വന്ന് നിന്ന് അവനെ പരിഹസിക്കുന്നതായിട്ട് തോന്നും. മാത്രമല്ല ഓടൻ 20 വർഷങ്ങൾക്ക് മുൻപ് കൈഡോയുടെ ദേഹത്ത് ആഞ്ഞു വെട്ടിയ ആ ഒരു മുറിവില് അതില് അസാധാരണമായിട്ടുള്ള ഒരു വേദന അത് അവൻ അനുഭവപ്പെടുകയാണ്. എനിക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. കാരണം ഓടനെ പോലെ ഇവരൊക്കെ അസിസ്റ്റൻസിന് എങ്ങനെ എന്നെ അറ്റാക്ക് ചെയ്യാൻ കഴിയുന്നു? മാത്രമല്ല സാധാരണ സ്ക്വാഡുകൾ അവന്റെ ബോഡിയിലേക്ക് കുത്തിക്കയറില്ല. അപ്പൊ അവൻ ഓടൻ പറഞ്ഞ കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലേക്ക് വരികയാണ്. ഒരു കാരണവശാലും എന്റെ റീറ്റൈനേഴ്സ് നിന്നെ വെറുതെ വിടില്ല. എന്റെ പ്രതികാരം അത് അവരിലൂടെ ഞാൻ വീട്ടും. വീടുവാണെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുന്നതിന് മുൻപ് തന്നെ അവർ വീണ്ടും വലിയൊരു സ്ക്വാഡ് എടുത്ത് അവന്റെ ബോഡിയിൽ ആഞ്ഞു കുത്തുകയാണ്. കെന്നാണെങ്കിൽ വിളിച്ചു പറയും, സ്ക്വാഡ് അത് മുൻപിലൂടെ കയറി അവന്റെ പുറകിലെത്തണം. ഒരു കാരണവശാലും ഇവൻ ജീവനോട് കൂടി ഇരിക്കാൻ പാടില്ല എന്ന് പറയും. ചുറ്റുമുണ്ടായിരുന്നവരെല്ലാവരും ജീവനും കൊണ്ട് ഓരോ ഭാഗത്തേക്ക് ഓടുകയാണ്. ഇവിടെ കൈഡോയും ആ 9 പേരും അവർ നല്ല ഫോഴ്സിൽ താഴേക്ക് വന്നുകൊണ്ടേയിരിക്കും. കൈഡോയുമായിട്ട് അസിസ്റ്റൻസ് ഞൊട്ടിയടയിൽ അങ്ങനെ അട്ടിച്ചു വീഴുകയാണ്. ബിഗ് മോമും അവന്റെ അസിസ്റ്റൻസും എല്ലാവരും ഒരു സെക്കൻഡ് ഫ്രീസായി ആ കാഴ്ച അങ്ങനെ നോക്കി നിൽക്കുകയാണ്. അവർക്കാണെങ്കിൽ അത് വിശ്വസിക്കാനായിട്ട് കഴിയില്ല. അവരുടെ മെയിൻ ബോസിനെ തന്നെ നമ്മുടെ ആൾക്കാർ അട്ടിച്ചു വീഴ്ത്തി. അർത്ഥത്തിൽ ഒരു സർപ്രൈസ് അറ്റാക്ക് തന്നെയാണ് അവർ ചെയ്തത്. വിൻഡോസ്കിക്കും കൈഡോയുടെ മകൾക്കും അവർക്ക് രണ്ടുപേർക്കും ആ കാഴ്ച കണ്ട് ഭയങ്കര സന്തോഷം. ബിഗ് മോം ആണെങ്കിൽ അത് കണ്ട് പൊട്ടിച്ചിരിക്കും. എംബറേഴ്സിൽ ഏറ്റവും പവർഫുൾ ആയ കൈഡോ അവൻ ഒറ്റ അടിക്ക് കാലിയായോ? കുഴപ്പമില്ല, അവന്റെ കാറ്റ് പോയെങ്കിൽ ഞാനും എന്റെ ആൾക്കാരും ചേർന്ന് അവനെ അടക്കം ചെയ്യാന്ന് പറയും. അതിന് ക്വീൻ അവനാണെങ്കിൽ പല്ല് കടിച്ച് ഇപ്പൊ ബിഗ് മോമിന് നേരെ തിരിയാണ്. ഞങ്ങളുടെ കൈഡോയെ അത്ര വേഗം ആർക്കും തോൽപ്പിക്കാനായിട്ട് കഴിയില്ല. അതൊരു സർപ്രൈസ് അറ്റാക്കാണ്. അതുകൊണ്ടാണ് ആയിട്ട് ഒന്ന് പാളിപ്പോയത്. ഇനി ഒരു കാരണവശാലും അവരെ ആരും ഞങ്ങൾ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് സോൾജേഴ്സിനെ എല്ലാവരെയും നമ്മുടെ ആൾക്കാർക്ക് നേരെ അയക്കും. സാമുറായ്സ് ആണെങ്കിൽ അവരുടെ ഫേക്ക് വേഷം അതെല്ലാം വലിച്ചെറിഞ്ഞ് യുദ്ധത്തിനായിട്ട് സ്ക്വാഡൊക്കെ എടുത്ത് തയ്യാറായിട്ട് നിൽക്കും. ഈ സമയം ലൂഫിയും കൈഡോയുടെ മകളും അവരും ഇപ്പൊ റിവഞ്ച് എടുക്കാനായിട്ട് മുൻപോട്ടേക്ക് കുതിക്കും. അടുത്ത നിമിഷം ആൾട്ടി പെണ്ണാണെങ്കിൽ അവളുടെ മുൻപിലേക്ക് വരും. എന്തു പറ്റി? വട്ടുണ്ടോ? നീ ഇവന്റെ കൂട്ടുകൂടി എവിടേക്കായി പോണേ? നമ്മളെല്ലാവരും കൈഡോയുടെ അസിസ്റ്റൻസ് ആണ്. അവനു വേണ്ടിയാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടത്. അത് കേട്ട് കൈഡോയുടെ മകള് അവളുടെ കൈ അത് തട്ടി മാറ്റും. ഞാൻ ഇന്നാണ് ഓടനായി മാറുന്ന ആ ഒരു സുദിനം. എനിക്ക് കൈഡോയെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അവനെ പോലെ ഇത്രയും വൃത്തികെട്ട ക്രൂരനായ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. അവനെ കൊല്ലുക എന്നതാണ് എന്റെ ലക്ഷ്യം. ഞാനാണ് ഫ്യൂച്ചർ ഓടൻ. ഈ പെണ്ണിനാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. ഇവളുടെ തല എവിടെയെങ്കിലും ഇടിച്ച് ഇവളുടെ ഉള്ളകിളി അത് പറന്നുപോയും ചിന്തിച്ച് ഇവള് ഷോക്കായിട്ട് നിൽക്കുകയാണ്. കൈഡോയുടെ കുറെ സോൾജിയേഴ്സ് ഇപ്പൊ അവളുടെ അടുത്തേക്ക് ഓടിയെത്തും. അതിനുശേഷം കൈഡോ അപകടത്തിലാണെന്നുള്ള കാര്യം അവൾ അറിയിക്കുകയാണ്. അതിനവള് പറയും, അപകടത്തിലാവാൻ തന്നെയാണ് ഞാനും ഇവിടേക്ക് വന്നത്. അവൻ അപകടത്തിലായിട്ടില്ലെങ്കിൽ ഞാനും അവൻ അപകടത്തിലാക്കുമെന്ന് പറയും. മറ്റൊരു ഭാഗത്ത് ലൂഫി അവനാണെങ്കിൽ ഒച്ചത്തിൽ നിലവിളിച്ചും നല്ല ശബ്ദമൊക്കെ ഉണ്ടാക്കി ഫൈറ്റ് ചെയ്യാണ്. ആ ശബ്ദം കേട്ട ബിഗ് മോം അത് തിരിച്ചറിഞ്ഞ് ലൂഫിയുടെ അടുത്തേക്ക് വരും. ലോങ് ഷോട്ടിൽ നാമിയാണെങ്കിൽ ആ കാഴ്ച കണ്ട് ഞെട്ടുകയാണ്. കാരണം ബിഗ് മോം അവള് ലൂഫിയുടെ തൊട്ടടുത്ത് എത്തിക്കഴിഞ്ഞു. അതേസമയം ഇവിടെ ലോയും ടീമും ആണെങ്കിൽ കാര്യമായിട്ട് എന്തൊക്കെയോ പ്ലാൻ ചെയ്ത് മുൻപോട്ടേക്ക് കടന്നു വരും. അവർക്ക് പ്രതിബന്ധമായിട്ട് വരുന്ന സോൾജേഴ്സിനെ എല്ലാം റൂം ക്രിയേറ്റ് ചെയ്ത് അടിച്ച് പഞ്ചറാക്കി ഓരോ ഭാഗത്തേക്ക് മാറ്റും. അതേസമയം അവരുടെ തൊട്ട് മുകളിലായി കൈഡോയുടെ അസിസ്റ്റൻസ് അവരാണെങ്കിൽ ഇപ്പോഴും കൈഡോയുടെ മകളെ അന്വേഷിച്ച് ഓരോ ഭാഗത്തേക്ക് കൊണ്ടേയിരിക്കുകയാണ്. അപ്പോഴായിരിക്കും അതിലൊരാൾക്ക് എന്തോ ഒരു ഡൗട്ട് തോന്നി. ആള് താഴേക്ക് നോക്കുക. ഇത് ഇവിടെയാണെങ്കിൽ ആൾട്ടി പെണ്ണും കൈഡോയുടെ മകളും അവർ രണ്ടുപേരും വമ്പൻ ആയുധങ്ങളൊക്കെ എടുത്ത് പൊരിഞ്ഞ പോരാട്ടം. ആൾട്ടി ആണെങ്കിൽ അവരോട് പറഞ്ഞുകൊണ്ടേയിരിക്കും, നീ കൈഡോയുടെ മകളാണ്. ഒരു കാരണവശാലും നീ ഈ വില്ലന്മാരുടെ കൂടെ ചേരാനായിട്ട് പാടില്ല. നീയും നമ്മളോടൊപ്പം കൈഡോയ്ക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് ഇവരെയാണ് തല്ലി ഓടിക്കേണ്ടത്. അതിന് അവള് പറയും, അതിന് കൈഡോയുടെ മകളാണെങ്കിൽ ടെൻഷനായി പറയും, ആദ്യം നീ നിന്റെ ബ്രദർ പേജ് 1 അവനോട് ഒരല്പം നന്നായിട്ട് പെരുമാറ്. അത് കേട്ട് മൊത്തത്തിൽ കൺട്രോൾ പോയ ഈ പെണ്ണാണെങ്കിൽ ക്ഷമ നശിച്ച് അറഞ്ചം പുറഞ്ചം ഇപ്പൊ കൈഡോയുടെ മകളെ ആഞ്ഞടിക്കുകയാണ്. അങ്ങനെ കട്ട് ചെയ്ത റോബിനാണെങ്കിൽ ഇപ്പൊ മൊമന്റോസ്കിയെ രക്ഷിക്കാനായിട്ട് അവിടുന്ന് പുറപ്പെടാൻ തയ്യാറാവുകയാണ്. അത് കണ്ട് ജിംബൈ അവളെ തടയും. നമ്മളിപ്പോ എടുത്തു ചാടി ഒന്നും ചെയ്യാനായിട്ട് പാടില്ല. ഉണ്ടപ്പെണ്ണ് അവൾ ആ കാര്യം സ്മൂത്ത് ആയിട്ട് ചെയ്തുകൊള്ളും. അവൾ ഓൾറെഡി മൊമന്റോസ്കിയുടെ അടുത്തെത്തിന്ന് പറയും. അത് കേട്ട് റോബിനും സമാധാനമായി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് ക്യാരറ്റും നാമിയും അവർ രണ്ടുപേരും പരസ്പരം നോക്കും. ഇപ്പൊ അവരുടെ അടുത്ത് ബിഗ് മോം ഇല്ല. ഇതാണ് പറ്റിയ അവസരം. എത്രയും വേഗം കമ്മോഡിറ്റീസിനെ പറ്റിച്ച് അവിടുന്ന് രക്ഷപ്പെടണം. നാമി ആണെങ്കിൽ അവളുടെ സ്റ്റിക്ക് ഉപയോഗിച്ച് ബ്ലാക്ക് ക്ലൗഡ്സ് അത് അവറ്റകളുടെ വായിലേക്ക് തള്ളിക്കയറ്റും. അതങ്ങനെ പൊട്ടിത്തെറിച്ച് അവറ്റകള് ഇപ്പൊ നമ്മുടെ ആൾക്കാരെ വിടുകയാണ്. അതിനുശേഷം നാമിയും
ക്യാരറ്റും അവർ രണ്ടുപേരും ലൈറ്റ്നിങ് പവർ ഉപയോഗിച്ച് അവറ്റകളെ അങ്ങനെ ഇടിച്ചിടും. നാമിയാണെങ്കിൽ ഞൊട്ടിയിടയിൽ ബിഗ് മോമിനെ ലക്ഷ്യമാക്കി ഓടുകയാണ്. ക്യാരറ്റിനാണെങ്കിൽ ഭയങ്കര കൺഫ്യൂഷൻ. അത് നാമി പറയും, എന്റെ ട്രഷർ ക്ലൗഡ് പവർ അതുള്ളത് ബിഗ് മോമിന്റെ കയ്യിലാണ്, അതെനിക്ക് വിട്ടുകൊടുക്കാനായിട്ട് കഴിയില്ല, എന്ത് വില കൊടുത്തും അതിനെ ഞാൻ തിരികെ പിടിക്കുമെന്ന് പറഞ്ഞ് അവളും ക്യാരറ്റും ബിഗ് മോമിനെ ലക്ഷ്യമാക്കി ഓടും. അതേസമയം ബിഗ് മോം അവരാണെങ്കിൽ ഹോക്കി പവർ ഉപയോഗിച്ച് ലൂഫിയായിട്ട് ഏറ്റുമുട്ടും. ലൂഫി അവൻ സ്ട്രെയിറ്റ് ആയിട്ട് തേർഡ് ഗിയറിലേക്ക് പോയി ബിഗ് മോമിനെ ആഞ്ഞടിക്കുകയാണ്. പക്ഷെ ഒരു പരിധി കഴിയുമ്പോൾ അവനെ കൊണ്ട് പിടിച്ചു നിൽക്കാൻ കഴിയാതെ പുറകിലേക്ക് പോവും. അതേസമയം ആ വൈറ്റ് ക്ലൗഡിനെ കാണിക്കും. അതാണെങ്കിൽ നൈസായിട്ട് എസ്കേപ്പായി അങ്ങനെ പതിയെ നീങ്ങി പോവാണ്. അപ്പോൾ അതിന്റെ തൊട്ട് മുൻപിലായിട്ട് അതിനിഷ്ടപ്പെട്ട കുഞ്ഞു കുഞ്ഞു ബ്ലാക്ക് ക്ലൗഡ് ആണെങ്കിൽ ആർത്തിയോട് കൂടെ അത് തിന്ന് കുറച്ച് മുൻപിലേക്ക് വരുമ്പോഴായിരിക്കും തൊട്ടു മുൻപിൽ നാമിയെ കാണുക. നാമിയെ കാണേണ്ട താമസം അത് ഡബിൾ ഷോക്കാവും. നാമി അതിനെ ചേർത്ത് പിടിച്ച്, ഓ നോ, നിന്നെ എനിക്ക് നഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ കരുതിയത്, തിരികെ കിട്ടിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്, ഇനി ഒരു കാരണവശാലും നീ എന്നെ വിട്ടുപോകാൻ പാടില്ല. ക്ലൗഡ് ആണെങ്കിൽ ചത്താ മതിയെന്നായി. ചെകുത്താനും കടലിനും പെട്ടു നിൽക്കുന്ന അവസ്ഥയാണ് ഇപ്പൊ വൈറ്റ് ക്ലൗഡിന്. അതിനെന്തു പറയണമെന്ന് അറിയാതെ അത് കരയാനായിട്ട് തുടങ്ങും. നാമി ആണെങ്കിൽ ക്ലൗഡിനെ പിടിച്ചു വെച്ച് കൊഞ്ചാണ്. അത് കാണുമ്പോൾ ക്യാരറ്റിന് അവളുടെ ചിരി അടക്കാൻ കഴിയില്ല. മറ്റൊരു ഭാഗത്ത് കിന്നും ടീമും അവരാണെങ്കിൽ ഇപ്പോഴും അവരുടെ സ്ക്വാഡുകൾ അത് കൈഡോടെ ദേഹത്ത് അങ്ങനെ കുത്തി ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. കിന്നാണെങ്കിൽ ടോക്കി അവൾ അവസാനമായിട്ട് പാടിയ ആ ഒരു പാട്ട് അതങ്ങനെ ഉച്ചത്തിൽ പാടി അവരുടെ പവർ ഉപയോഗിച്ച് ആ സ്ക്വാഡുകളെല്ലാം തന്നെ കൈഡോയുടെ ശരീരത്തിലേക്ക് കൂടുതൽ ആഴത്തിലേക്ക് കുത്തി ഇറക്കും. കൈഡോയ്ക്കാണെങ്കിൽ വേദന സഹിക്കാനാവില്ല. അവൻ ഉച്ചത്തിൽ നിലവിളിക്കും. ഇവിടെ കൈഡോ ആണെങ്കിൽ വീണ്ടും ഓടനെ കുറിച്ച് തന്നെ ആലോചിക്കും. ഇങ്ങനെയൊരു ട്വിസ്റ്റ് അതവൻ പ്രതീക്ഷിച്ചതല്ല. 20 വർഷങ്ങൾക്ക് ശേഷം അവരെത്തിയിരിക്കുകയാണ്. പക്ഷെ തോറ്റു പിന്മാറാൻ ഞാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ് അവനാണെങ്കിൽ അവന്റെ പവർ റിലീസ് ചെയ്ത് അവരങ്ങനെ ദൂരത്തേക്ക് തെറിപ്പിക്കും. അതേസമയം ഇവിടെ ബിഗ് മോം ആണെങ്കിൽ ലൂഫിയോട് ചോദിക്കും, നീ കൈഡോയെ തകർക്കാനാണ് ഇവിടേക്ക് വന്നതെന്ന് മാത്രം പറയരുത്, ആ കോമഡി എനിക്ക് താങ്ങാനാവില്ല എന്ന് പറയും. അതിന് ലൂഫി ആണെങ്കിൽ മറുപടി ഒന്നും പറയാതെ ടെററായി അവളെ തന്നെ നോക്കുകയാണ്. കൈഡോയ്ക്കാണെങ്കിൽ ഇത് വിശ്വസിക്കാനായിട്ട് കഴിയുന്നില്ല. 20 വർഷങ്ങൾക്ക് ശേഷം അവർ ടൈം ട്രാവൽ ചെയ്ത് എത്തിയിരിക്കുകയാണ്. അവരെ സഹായിക്കാനായിട്ട് ലൂഫിയാൻ ടീമും സാമുറൈസും മറ്റു ചില ആളുകളും അവരോടൊപ്പം ഉണ്ട്. കൈഡോ ആണെങ്കിൽ ഓടൻ അസിസ്റ്റൻസിനോട് പറയും, നിങ്ങൾ ശരിക്കും വിട്ടികളാണ്, നിങ്ങൾ കൂട്ടുപിടിച്ചിരിക്കുന്ന ആ പൈററ്റ്സ് അവർ തീർച്ചയായിട്ടും നിങ്ങളെ തിരിഞ്ഞു കുത്തും. അതിന് കിൻ പറയും, മറ്റുള്ള പൈററ്റ്സിനെ പോലെ അല്ല ലൂഫി, അവൻ തരുന്ന വാക്ക് അഥവാ പാലിക്കും. അതേസമയം ഇവിടെ ലൂഫി അവനാണെങ്കിൽ ബിഗ് മോമിനോട് പറയും, കൈഡോയെ മാത്രമല്ല നിന്നെയും അവനെയും അവൻ്റെ അസിസ്റ്റൻസിനെയും ഒറോച്ചിയെയും എല്ലാവരെയും ഇല്ലാതാക്കാനാണ് ഞാനും എൻ്റെ അസിസ്റ്റൻസും ഞങ്ങളെല്ലാവരും ഇവിടേക്ക് എത്തിയത്. ഇത് മൊമൻറ്റോസ്കിയുടെ വാനോ കിൻഡോ ആണ്, തീർച്ചയായിട്ടും ഞങ്ങളത് അവന് തന്നെ തിരികെ കൊടുക്കും. ഇവിടെ കിന്നാണെങ്കിൽ നിർത്താതെ ലൂഫിയെക്കുറിച്ച് പുകഴ്ത്തി. ഇപ്പോൾ കൈഡോയായിട്ട് വീണ്ടും പൊരിഞ്ഞ പോരാട്ടം. മറ്റൊരു ഭാഗത്ത് ലൂഫി ആണെങ്കിൽ അവൻ്റെ ഡയലോഗ്സ് ഒക്കെ സ്റ്റോപ്പ് ചെയ്ത് ബിഗ് മോമുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.